ഇനി നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ? കുറച്ച് നമുക്ക് ഇങ്ങോട്ട് എടുക്കുക. എന്നാലും അടിപൊളി. പുളിയും മധുരം എല്ലാം അടിപൊളി കഴിച്ചു. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ട് നല്ല അടിപൊളി ഒരു പുട്ടിങ്ങാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കിടുക്കാച്ചിയായിട്ട് അതുകൊണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന കൂട്ടുകാരെ, നിങ്ങൾ വീഡിയോ കണ്ടൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന പറഞ്ഞാൽ മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെത്തി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് അധികം പഴുത്ത മാങ്ങയൊന്നുമില്ല, അത്ര കളർ ഇച്ചിരി ചെറുതായിട്ട് കളർ വന്നെന്ന് മാത്രമേ ഉള്ളൂ. മധുരമൊന്നും ആയിട്ടില്ല. ഇതിൽ നിന്ന് നമുക്കിതൊരു ജാറിലോട്ട് മാറ്റാം. അപ്പോൾ ജാർ എടുത്തിട്ടുണ്ട്, നമുക്ക് ജാറിനകത്ത് ഇട്ടു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പേസ്റ്റ് വല്ലതും ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മൾ പാൻ എടുത്തിട്ടുണ്ട്, ഇതിനകത്ത് നമുക്ക് അരിപ്പിനകത്തോട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളത് മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സാധനം നമുക്ക് പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മാറ്റാം. ഇനി നമ്മൾ നല്ല അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി ഇതൊന്ന് ടൈറ്റ് ആക്കി എടുക്കണം. അപ്പൊ നമുക്ക് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് നല്ല തിളച്ച് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗള് പഞ്ചസാര എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും അതേ കണക്ക് തന്നെ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കും. ഇനി നമ്മൾ താഴെ എടുത്തേക്കുന്നത് 2 സ്പൂണോളം നമ്മൾ കോൺഫ്ലോർ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതൊന്ന് ലൂസാക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലോർ നമ്മൾ ഒഴിച്ചു. ഇനി നമുക്ക് പഴയതുപോലെ കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കും. ഇനി നമുക്ക് ആദ്യം 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് വീണ്ടും 1 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതേ കണക്ക് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് കിട്ടണം. നമുക്കിത് ബൗളിലോട്ട് മാറ്റാം. ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തണുത്തിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കണം. ഏകദേശം 1.5 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തെടുക്കണം. നമുക്ക് തണുപ്പിക്കാം. ഇപ്പൊ നമ്മൾ നല്ല വെച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുത്തതാണ്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിട്ടൊന്ന് മാറ്റാം. ഇനി നമുക്കൊരു പ്ലേറ്റിനകത്തിട്ട് കമർത്തി എടുക്കാം.